ബ്ലാക്ക് നമ്മൾ നെഗറ്റീവിൽ കൊടുക്കുന്നു, അതായത് നമ്മുടെ മൈനസേ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇപ്പം ഓഫായിരിക്കുന്ന കണ്ടീഷനിൽ പവർ വരുന്ന ഏതെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ടോ എന്ന്. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ WagonRൽ DRL ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അത് ഞാനൊന്ന് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം, കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ താഴത്തെ ഈ ഒരു DRL ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഫുള്ളായിട്ട്, അതായത് ഇത് ഫുള്ള് ബമ്പർ റിമൂവ് ചെയ്യുന്നതും ഫിറ്റ് ചെയ്യുന്നതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ആ ഒരു DRL ഞാൻ അന്ന് കൊടുത്തത് കീ ഓൺ ചെയ്ത് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ കത്തുന്ന രീതിക്കാണ്. എന്നാൽ ഇന്നിപ്പോൾ അതൊന്ന് മാറ്റി നമ്മുടെ കീ ഓൺ ചെയ്യുമ്പോൾ സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഉള്ളൊരു ഫിക്സിംഗ് ആണ് ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്തൊരു വ്യത്യസ്തമായ രീതി എന്ന് പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു WagonRൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണണം. ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ DRLെല്ലാം ഫിറ്റ് ചെയ്തു. ഇതിൻ്റെ അഴിക്കുന്നതും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പോലെ ആ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ അത് കാണിക്കാത്തത്. ഈ ഒരു ബമ്പറെല്ലാം അഴിച്ച് ഞാനിത് ഫിക്സ് ചെയ്തു. ഇനി ഇതാണ് ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് ലൈൻ. നെഗറ്റീവും കണക്ട് ചെയ്തു, 2 ഇൻഡിക്കേറ്റേഴ്സിലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പോസിറ്റീവ് ലൈൻ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കാണിച്ചത് ഒരു DRLൻ്റെ ഒരു അസംബ്ലി യൂണിറ്റ് ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് അസംബ്ലി യൂണിറ്റ് ഇല്ലാതെ എങ്ങനെ നമുക്ക് സാധാരണ ഒരാൾക്ക് ഇത് മേടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അത് എങ്ങനെ കണക്ഷൻ കൊടുക്കാം വിത്തൗട്ട് സ്വിച്ച്, ഒരു സ്വിച്ച് ഇല്ലാതെ നമുക്ക് എങ്ങനെ അത് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഏതായാലും നമുക്ക് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ പോസിറ്റീവ് ലൈൻ. ഇതിപ്പം ഈ പോസിറ്റീവ് ലൈൻ നമുക്ക് ഈ ഫ്യൂസിൻ്റെ കേസിനകത്ത് നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഫ്യൂസിൻ്റെ കവറിങ് ഊരിയെടുക്കുകയാണ്. ഇതാണ് ഫ്യൂസ് കവർ. ഇത് ഞാൻ തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പോസിറ്റീവ് ലൈൻ എവിടെ നിന്നാണ് വരുന്നത്. മൾട്ടിമീറ്റർ വേണം നമുക്ക്. ആ മൾട്ടിമീറ്റർ നോർമലായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ 20-ലോട്ടിട്ട് നമുക്ക് വോൾട്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷനാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ ബ്ലാക്ക് നമ്മൾ നെഗറ്റീവിൽ കൊടുക്കുന്നു, അതായത് നമ്മുടെ മൈനസേ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇപ്പം ഓഫായിരിക്കുന്ന കണ്ടീഷനിൽ പവർ വരുന്ന ഏതെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. നിലവിൽ ഓഫായിരിക്കുന്ന സമയത്ത് പവർ വരുന്നില്ല. യെല്ലോ ലൈനാണ് സാധാരണ നമുക്ക് കിട്ടേണ്ടത്, അതായത് ഒരു യെല്ലോ ലൈനാണ് കറണ്ട് വരുന്നത്. ഈ ലൈനിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ 0 ആണ് ഇതിൻ്റെ വോൾട്ട് കാണിക്കുന്നത്, എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. 0 തന്നെയാണ്. ഞാൻ കീ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഇപ്പം ഞാൻ കീ ഓൺ ചെയ്തു. ഇപ്പം അത്യാവശ്യം എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. നമ്മുടെ അതിൻ്റെ വോൾട്ട് ഇപ്പം വരുന്നത് 12.5 ഒക്കെയാണ് കാണിക്കുന്നത്. അതായത് കീ ഓൺ ചെയ്ത സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ കീ ഓൺ ചെയ്തപ്പം നമുക്ക് അതിലോട്ട് കറണ്ട് വരുന്നുണ്ടെന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു മീറ്റർ. അപ്പം നമുക്ക് ലൈൻ മനസ്സിലായി, അതായത് ആ ഒരു യെല്ലോ ലൈനിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്കിനി ആ യെല്ലോ ലൈനിലോട്ട് എങ്ങനെ നമ്മുടെ ലൈൻ കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചൊന്ന് നോക്കാം. ആ ഒരു കപ്ലർ ഞാൻ ഇതിൽ നിന്ന് ഊരിയെടുക്കുകയാണ്. നമ്മുടെ ഫ്യൂസ് കേസിനകത്ത് തന്നെ വരുന്നതാണ്. ഓക്കെ, അത് ഞാൻ ഊരിയെടുത്തു. ഇതിനകത്ത് നമുക്ക് ഈ കനം കുറഞ്ഞ ഈ ഒരു മഞ്ഞ ലൈനാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഈ ഒരു മഞ്ഞ ലൈനാണ് വേണ്ടത്. ആ ലൈൻ ഞാനൊന്ന് ക്രിമ്പ് ചെയ്തിങ്ങ് എടുക്കുകയാണ്. എല്ലാവർക്കും അറിയാം ക്രിമ്പ് ചെയ്യുന്നതിൻ്റെ രീതി, ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഞാനത് ക്ലിപ്പ് ഫിറ്റ് ചെയ്തു, ഒന്ന് ക്ലോസ് ചെയ്തു. തിരിച്ചിത് അതുപോലെ തന്നെ ഇറക്കി വെക്കുകയാണ്. ഇനി ഈ ഒരു റെഡ് ലൈൻ നമുക്ക് ഏതെങ്കിലും ചെയ്യുമ്പോൾ ഈ ഫ്യൂസ് കേസിൻ്റെ അടിയിൽ നിങ്ങൾ എടുക്കണം. അതായത് ഈ പലരും ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഫ്യൂസ് കേസിൻ്റെ മേളിൽ കൂടെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ വൃത്തികേടാകാത്ത രീതിയിൽ ഇതിൻ്റെ അടിഭാഗത്തൂടെ തന്നെ ഇത് വരണം. ഒക്കെ ഇങ്ങ് വലിച്ചെടുക്കുകയാണ്. ടേപ്പ് ഒട്ടിച്ചത് ചില സമയത്ത് സ്റ്റക്കാകും. അന്നേരം നമ്മൾ പതുക്കെ ഒന്ന് പുഷ് ചെയ്തിങ്ങ് എടുത്താൽ മതി, കാരണം അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. എല്ലാവർക്കും കാണാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് ആ ക്രിമ്പ് ചെയ്ത് ഇടാൻ വേണ്ടിയുള്ളൂ. പക്ഷേ അപ്പോൾ ഇതിന് ഒത്തിരി വയറിന് നീളം കൊടുക്കണ്ട, അത്യാവശ്യം ഇട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് ക്രിമ്പ് ചെയ്യാം. ലീവ് ചെയ്ത് കളഞ്ഞിട്ട് വേണം ക്രിമ്പ് ചെയ്യാൻ. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ക്രിമ്പിങ് ടൂള് നമ്മൾ ഇതിനൊന്ന് ക്രിമ്പ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അത് സെറ്റായി. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നൈസായിട്ട് അത് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതും സെറ്റായി. നമ്മൾ ഈ ബോക്സ് ഒന്ന് അടച്ചു നോക്കുക, അടയ്ക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊന്ന് കൺഫേം ആക്കിയേക്കാം. ഓക്കെ, ഒരു ബുദ്ധിമുട്ടുമില്ല, ഫുള്ള് ക്ലോസ്ഡായി. ഇനി നമുക്ക് ഏതായാലും ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം. അതായത് കീ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈറ്റ് കത്തോ ഇല്ലേ എന്നുള്ള ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഞാൻ ആക്സറീസ് ഓണാക്കി, ഇഗ്നിഷൻ ഓണാക്കി, കത്തി.
ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ ഒന്ന് ഇടുകയാണ്. റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ, ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പം ഏകദേശം എല്ലാവർക്കും ഇതിൻ്റെ കാര്യം മനസ്സിലായി. അതായത് നമുക്ക് എവിടെ നിന്നാണ് അതിൻ്റെ കണക്ഷൻ എടുക്കേണ്ടതെന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായി. ഞാൻ ഒരു കാര്യം കൂടെ എല്ലാവർക്കും ഒന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം. കാരണം നമ്മളിപ്പം ഇങ്ങനെ ചെയ്താലുള്ളൊരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നീറ്റായിരിക്കും. അതായത് നമ്മൾ പെട്ടെന്ന് വയറിംഗ് ഒന്നും ഒരിടത്തുനിന്നും എടുത്തിട്ടുണ്ടെന്ന് ആർക്കും അറിയാൻ സാധിക്കത്തുമില്ല. നമ്മുടെ വർക്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ കാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കത്തി നിൽക്കുന്നത് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് എല്ലാവർക്കും അത് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നല്ല രസമായിട്ട് കാണാമല്ലോ, പക്കയല്ലേ? അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കീ ഓൺ ചെയ്യുന്ന സമയത്ത് കത്തുന്നതല്ലാതെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കത്തുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടൊരു വീഡിയോ. എല്ലാവരും അതും കൂടെ ഒന്ന് കാണണം. അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും, എന്നാൽ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാൻ സാധിക്കും. അപ്പം ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.